രവി മാഷ വീടാന്ന് അങ്ങോട്ട് പോകണ്ട. അതൊക്കെ ടി വി കണ്ടാ ഞാൻ പ്രാന്താ. പിന്നെ എന്നെ എന്താ കുട്ടികളെ വഴിതെറ്റിക്കുന്ന ഒരു ടി വി വണ്ടാത്തരം. അയാളാ കുട്ടികളെ വഴിതെറ്റിക്കുന്നു ടി വി കാണിക്കാണ്ട്. ഒന്നും മിണ്ടാതിരിക്കോ? മിണ്ടാണ്ടിരുന്നോണ്ട് കാര്യമുണ്ടാ? നടക്കു കേട്ടോ. എന്തിനാ അങ്ങോട്ട് പോന്ന്? ആവശ്യമുണ്ട്. എന്താവശ്യം? മാഷേ, രവി മാഷേ. രവി മാഷേ പഠിപ്പിക്കാന്ന് കേൾക്കണമെന്നില്ല. ആ അതാണ് രവി മാഷ ഫോട്ടോ. ചുമ്മാ ഇരിക്കണം മനോഹരട്ടാ. രവി മാഷേ. മാഷേ. ആ നീയാ? എടാ മനോഹര, ഇതൊരു വിദ്യാഭ്യാസ സ്ഥാപനവും. ഇവിടെ കിടന്ന് ഇങ്ങനെ വിളിച്ചു പോവാവോ? യൂണിവേഴ്സിറ്റി അല്ലേ എന്റെ മാഷ? ട്യൂഷൻ സെന്റർ ആണെന്ന് എല്ലാവർക്കും അറിയാം. എടാ കേബിള് വേണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. എന്റെ മാഷ കേബിളിന്റെ കാര്യത്തിന് വന്നതേ അല്ല. എന്തിനാ നമ്മള് വന്നത്? മാഷേ, എന്റെ പേര് ഷാഹിന. അംബ്ലീസ് കേബിൾസിന്റെ പുതിയ മുതലാളിയാണ്. എടാ അത് തന്നെ പറഞ്ഞു ഇവിടെ കേബിൾ വേണ്ടെന്ന്. ഓ എന്റെ മാഷെ, കേബിളിന്റെ ആവശ്യമല്ല. ആ കാര്യത്തിന് വേണ്ടി വന്നതല്ല ഞങ്ങള്. ഞാൻ അരുന്ധതി പറഞ്ഞിട്ട് വന്നതാ. അരുന്ധതി എന്ന് പറയുമ്പോ വില്ലേജ് ഓഫീസിൽ വർക്ക് ചെയ്യണേ. ഓ നമ്മുടെ വില്ലേജിൽ. മനസ്സിലായി. അരുന്ധതി പറഞ്ഞിട്ട് വന്നു. ഇപ്പൊ കാര്യങ്ങളൊക്കെ പിടികിട്ടി. ഷാഹിന പറയും, ഏത് വിഷയത്തിനാണ് ട്യൂഷൻ വേണ്ടത്? മാത്സ്. ഓ മാത്സിന് മാത്രമേ തോറ്റിട്ടുള്ളൂ? അതിന് മാത്രമേ തോറ്റുള്ളൂ. എനിക്ക് അന്ന് പനിയായിരുന്നു, അങ്ങനെ പരീക്ഷ എഴുതാൻ പറ്റിയില്ല, അങ്ങനെ തോറ്റുപോയത്. ഓഹോ, അത് കുഴപ്പമില്ല. തോക്കുന്ന സബ്ജക്ട് എഴുതുന്ന പിള്ളേർക്കൊക്കെ പനിയായി. അല്ല, എനിക്ക് ശരിക്കും പനിയായിരുന്നു മാഷേ. മാഷേ എനിക്ക് ബെഞ്ച്, ഡെസ്ക്, ചോക്ക് ഇതൊക്കെ കാണുമ്പോ അപ്പ പനി വരും. നിനക്ക് പനി മാത്രമല്ല വരണ്ടത്, നിനക്ക് വേറെ എന്തെങ്കിലും കൂടി വരണ്ട. അത് വിടും. മോള് പറഞ്ഞു. അപ്പൊ മാത്സ് ക്ലാസ്സിന് ചേരുന്ന കാര്യത്തിന് വേണ്ടിട്ട്. ഓക്കെ. എനിക്ക് ഈവനിങ് ക്ലാസ് ആണ് സൗകര്യം. മോർണിംഗ് ക്ലാസ് ഒക്കെ ഫില്ലായിരിക്കും. പിന്നെ ക്ലാസ് കൃത്യസമയത്ത് തുടങ്ങും. എന്റെ മൂഡ് പോലെ ക്ലാസ് തീരാനൊക്കെ ഇത്തിരി ലേറ്റ് ആയിരുന്നു ഇരിക്കും. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അതൊന്നും കുഴപ്പമില്ല മാഷേ, എനിക്ക് ജയിക്കണം. ജയിപ്പിക്കുന്നത് എന്റെ ഉത്തരവാദിത്വമാണ്, പഠിക്കുന്നത് കുട്ടിയുടെ ഉത്തരവാദിത്വം. തോക്കുന്ന ഉത്തരവാദിത്വം നമ്മളത്. നീ മിണ്ടാതിരിക്കും. ഞാനെല്ലാം പറഞ്ഞോടത്തോളം സാറേ. നീ ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. ഓ അല്ല, അപ്പൊ ഞാൻ എപ്പോ തൊട്ടാ ക്ലാസ്സിന് വന്നു തുടങ്ങണ്ട? ക്ലാസ്സിൽ നാളെ മുതൽ പോരൂ. നാളെ മുതൽ നമുക്ക് ആരംഭിക്കാം ഐശ്വര്യമായിട്ട്. ഫീസിന്റെ കാര്യം എങ്ങനെയാ? ആദ്യം പഠനം, അത് കഴിഞ്ഞ് ഫീസിന്റെ കാര്യമൊക്കെ ഞാൻ വിശദമായിട്ട് പറയും. അപ്പൊ ശരിയപ്പോ അപ്പൊ കാണാം. നാളെ മുതൽ പോരും. അല്ല മാഷേ, ഏതാനും ഷാഹിന മുതലാളിയുടെ പഠിക്കാൻ വരുന്നുണ്ടല്ലോ, നമുക്ക് ക്യാബിന്റെ കണക്ഷൻ എടുത്താലോ? അല്ല നമുക്കാ ലാഭം. ഫീസ് കൊടുത്തിട്ട് അതിന് കണക്കാക്കാം. മോളെ, പഠിക്കാൻ ചേർന്ന സ്ഥിതിക്ക് ഞാൻ ഉപദേശം നൽകും. എന്താ മാഷേ? ശ്രദ്ധിച്ചേക്കണം മാഷ് പറയാം. പറ മാഷ്. ഇന്നു മുതൽ ഇവനുമായിട്ടുള്ള കൂട്ടുവിട്ടേക്കണം. അകത്ത് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നാളെ മുതൽ പോരും. ശരി. വെറുതെ അല്ല ഞണ്ട് രവി നാട്ടുകാർ വിളിക്കുന്നത്. ഷാഹിനലി എന്താണ്? പഠിക്കാൻ പോണല്ലേ? അതെ, ഇനിയിപ്പോ ഇത് വേറെ ആരോടും പറയണ്ട. എനിക്ക് +2 പാസ്സായിട്ടെ ഒരാവശ്യമില്ല, അതുകൊണ്ടാ. ഇവിടെ വന്ന കാര്യം രഹസ്യമായിരിക്കണേ. ഞാൻ ആരോടും പറയില്ല. ഇനിയിപ്പൊ അഥവാ മനോഹരേട്ടൻ ആരോടെങ്കിലും പറഞ്ഞാലേ മനോഹരേട്ടൻ ഞാൻ അപ്പൊ തന്നെ ജോലിന്ന് പിരിച്ചുവിടും. ഞാൻ ഒരിക്കലും പറയില്ല. ഷാഹിന മുതലാളി +2 പാസ്സാവുന്ന എനക്ക് അഭിമാനം. പേരിനൊപ്പരം LLB MBBS എന്നൊക്കെ വെക്കല്ലേ, അതുപോലെ ഷാഹിന മുതലാളി +2 ഒരു ഫ്ലക്സ് ബോർഡ് കൊട്ടിലപ്പാട്ട് തറവാട്ടിൽ വെക്കണം. എന്റെ വെക്കാം. മനോഹരേട്ടാ, വെറുതെ മണ്ടത്തരം ഒന്നും കാണിക്കരുതേ. ബോർഡൊന്നും വെക്കണ്ട. നല്ലതാ. വേണ്ടാന്നേ, ബോർഡ് നടന്നേ. വെക്കണം. വലിയൊരു ഫ്ലക്സ് ബോർഡ്. ഷാഹിന മുതലാളി +2, അതിനിടയിൽ വെലിങ്ങനെ സ്പോൺസേർഡ് ബൈ മനോഹരൻ 4th സ്റ്റാൻഡേർഡ്. അത് ഞാൻ വെക്കും. അത് എനക്കൊരു അഭിമാനം, അന്തസ്സ. അപ്പൊ തുടങ്ങാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് സെറ്റുകളെ കുറിച്ചാണ്. എന്താണ് സെറ്റുകൾ? ഞാൻ വിശദീകരിക്കാം. ഒരു പ്രത്യേക സംഖ്യകൾക്കിടയിൽ വരുന്ന സംഖ്യകളുടെ കൂട്ടങ്ങളെയാണ്, അല്ലെ ശ്രേണികളെയാണ് എന്തെന്ന് പറയുന്നത്? സെറ്റുകൾ. ഇപ്പൊ ഉദാഹരണത്തിന് 1 മുതൽ 5 വരെയുള്ള സംഖ്യകളുടെ കൂട്ടത്തെ അല്ലെ ശ്രേണിയെ നമ്മൾ ഒരു സെറ്റായി എടുക്കുന്നു. അതുപോലെ ഒരുപാട് സെറ്റുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഉദാഹരണത്തിന് 1 മുതൽ 5 വരെയുള്ള സെറ്റുകൾ പറയൂ. 1 2 3 4 5. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ്. അതുപോലെ മറ്റൊരു സെറ്റ് പറയൂ.
10 മുതൽ 20 വരെയുള്ള സെറ്റുകൾ എന്ന് പറയും. 11, 12, 13, 14, 15, 16. ഓക്കെ, കറക്റ്റ്. അപ്പോൾ അതാണ് സെറ്റുകൾ. അതുപോലെ തന്നെ ആൽഫബറ്റിക് കൊണ്ട് നമുക്ക് സെറ്റുകൾ ഉണ്ടാക്കാം. ABCD, അതുപോലെ AIOU, ഇതൊരു സെറ്റാണ്. വൊവ്വൽസിൻ്റെ ഒരു സെറ്റാണ്. ഇനി സെറ്റുകളല്ലാത്ത ചില സാധനങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് സെറ്റുകളാണെന്ന് തോന്നുകയും എന്നാൽ സെറ്റുകൾ അല്ല എന്നുള്ള ഗണത്തിൽ വരുന്നുണ്ട്. ഉദാഹരണത്തിന് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ പറയും. ഇഷ്ടപ്പെട്ട ഭക്ഷണം ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, പിന്നെ മുട്ട ബിരിയാണി. ഇവിടെ ചോദിച്ചാൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം വ്യത്യസ്തമായിരിക്കും. അവിടെ ചോദിച്ചാൽ ഇഷ്ടപ്പെട്ട പെറ്റ്സുകൾ വ്യത്യസ്തമായിരിക്കും. ഇങ്ങനെ പലർക്കും പല രീതിയിലായിരിക്കും ഇഷ്ടങ്ങൾ. പക്ഷേ അതൊരു കൂട്ടമാണ്. ആ കൂട്ടത്തെ നമുക്ക് സെറ്റായി സ്വീകരിക്കാൻ കഴിയുമോ? ഇല്ല. നമുക്ക് സ്വതന്ത്രമായി നിൽക്കുന്ന അക്ഷരങ്ങളെയോ അല്ലെങ്കിൽ അക്കങ്ങളെയോ അതുപോലെ തന്നെ ആൽഫബറ്റിക്കിനെയോ ആണ് നമുക്ക് എന്തായിട്ട് സ്വീകരിക്കാൻ കഴിയുക? സെറ്റുകളായി സ്വീകരിക്കാൻ കഴിയുക. ഈ സെറ്റുകളെ നമ്മൾ എടുത്തെഴുതി കഴിഞ്ഞാൽ അതിനെ എലമെന്റ്സ് എന്നാണ് ആ സംഖ്യകളെ പറയുന്നത്. അപ്പോൾ സംഖ്യകൾ കൊണ്ടുള്ള ഒരു കണക്കിന്റെ വേറെ രീതിയിലുള്ള ഒരു ശാസ്ത്രമാണ് സെറ്റുകളിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഉദാഹരണത്തിന് ഞാനൊരു സെറ്റ് എഴുതാം. സെറ്റ് സർ, പ്രസന്റ് സർ. അല്ല, ഇന്നലെ ഞാൻ വന്നായിരുന്നു. അപ്പൊ എന്നോട് വരാൻ പറഞ്ഞു. ഇന്ന് എപ്പോ വരാനാണ് പറഞ്ഞത്? അത് ഞങ്ങളിവിടെ ക്ലാസ് തുടങ്ങിയിട്ട് 10-15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോഴാണ് വരണം. സർ, കുറച്ച് ജോലി തിരക്ക് ഉണ്ടായിരുന്നു, അതാ. അപ്പൊ കുഴപ്പമില്ല. അവിടെ നിന്ന് ജോലി തിരക്കുള്ളവര് വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നാളെ വന്നാൽ മതി. ഇപ്പൊ സാറേ, അങ്ങനെ പറയല്ലേ. ഇന്ന് എന്റെ ആദ്യത്തെ ക്ലാസ് അല്ലേ. അപ്പൊ ഇന്ന് കയറിയില്ല എന്റെ ഈ വർഷം മുഴുവൻ പോവും. ആദ്യത്തെ ക്ലാസ് തന്നെ വൈകി വന്നവര് നീ എന്നും വൈകും. അതുകൊണ്ട് വരണ്ട. ഇല്ല, ഞാൻ ഇനി ആവർത്തിക്കില്ല. ഞാൻ ഇനി എന്നും കറക്റ്റ് ആയിട്ട് വന്നോളാം. പോയിട്ട് നാളെ വരൂ കുട്ടി, പോ. സാറേ പാവല്ലേ സാറേ, ആ കുട്ടിയുടെ ആദ്യത്തെ ദിവസം തന്നെ ക്ഷമിച്ചേക്ക് സാറേ. ഇവിടെ നീയാണോ സാർ, ഞാനാണോ സാർ? ഇത് സാറല്ലേ സാർ? അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചോളാം. നീ തീരുമാനിക്കണം. മേലായി ഇത് ആവർത്തിക്കരുത്. ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാണിംഗ്. മനസ്സിലായ? മനസ്സിലായി. എന്താ പേര്? ഷാഹിന. എന്റെ ഒരു വിമല് ഡിക്കറൊന്ന് വിളിക്കണേ. ക്ലാസ് കഴിഞ്ഞിട്ട് കുറെ നേരമായോ? ഒരു 10 മിനിറ്റ് ആയിക്കണുള്ളൂ. 10 മിനിറ്റ് ആയതുള്ളൂ. സൈലന്റ്. സ്റ്റാൻഡപ്പ്. തന്നോട് തന്നെ സ്റ്റാൻഡപ്പ്. അതെ, താൻ പഠിക്കാൻ വന്നാണോ അതോ വർത്താനം പറയാൻ വന്നോ? പഠിക്കാൻ വന്നതാ. പഠിക്കാൻ വന്നാ പഠിക്കണം. തനിക്ക് സെറ്റുകളെ കുറിച്ച് അറിയാമോ? സെറ്റുകളല്ലേ? അറിഞ്ഞൂടാ. അറിയാൻ പാടില്ല. എന്നിട്ടായിരുന്നു വർത്താനം പറയും. സെറ്റുകൾ എന്താണെന്ന് അറിയാവോ? കഴിഞ്ഞ വർഷം പഠിച്ചതല്ലേ? അത് ഞാൻ മറന്നുപോയി. മറന്നുപോയി. ശ്രദ്ധയോടെ ഇരുന്ന് പഠിക്കണം. എന്നാലേ ഈ വർഷമെങ്കിലും ജയിക്കാൻ പറ്റുള്ളൂ. നോട്ട്സ് കുട്ടികൾ എടുത്ത് കൊടുത്തിട്ടുണ്ട്, അത് എഴുതി എടുത്തോളാം കേട്ടാ. സിറ്റ് ഡൗൺ. നോട്ടൊക്കെ എന്റെ കേട്ടാ, കുറെ ഉണ്ട്, ആണെങ്കിൽ തരാം. ഉണ്ടായിരിക്കണം. വഴക്കിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കോ? നീരുതേ. സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലേ? തല്ലോ? പഠിച്ചില്ലെങ്കിൽ തല്ലല്ലേ? എംപോസിഷൻ ഒക്കെ ഉണ്ടോ? അപ്പോ 1000 വട്ടമൊക്കെ ഉണ്ട്. 1000 വട്ടോ? എനിക്കൊരു ദിവസം കിട്ടി. ഞാൻ രാത്രി മൊത്തം എഴുതി. എന്നാലും അയാൾ അങ്ങനെ ഒരു വർത്താനം പറയാൻ പാടില്ലല്ലോ. മോശമായി. നമ്മള് പാർട്ടി പ്രവർത്തനത്തിനാന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണേ. എന്ത് പങ്കേട്ടാ ഇവിടെ വീടിക്കാറുണ്ടേ? ഇതോ പൊന്നെ ചങ്ങാതി, ഒരു ഗുണമില്ലാത്തൊരു മനുഷ്യൻ. ഞാൻ ഇത്രയും വർഷം ഞാൻ അവിടെ പോയിട്ട് ചോദിച്ചിട്ട് 10ന്റെ പൈസ തരണ്ടേ? ജില്ലാ സെക്രട്ടറി ഒക്കെ പോയി തരും. എംപോസിഷനും തല്ലോ? എന്താ ചേച്ചി എന്താ പറയാത്തെ? വരുക. വാ നടക്ക്. ജില്ലാ സെക്രട്ടറി പോയിട്ട് തനിക്ക് എന്നെ പ്രാന്തണ്ടോ? ഞാൻ അന്ന് 1/2 മണിക്കൂർ സംസാരിച്ച് കണ്ടെടുത്ത്. എന്താ പറ്റിയേ? അതെ, ഭയങ്കര ചൂടല്ലേ? ഈ ഷോളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടേ ഭയങ്കര ചൂട്. പോവാ. പിന്നെ നീ ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് വരാറുണ്ടോ എപ്പോഴും? ഞാൻ പറഞ്ഞു സാറ് പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞപ്പോ ഇയാളെന്താ എന്നോട് പറഞ്ഞെന്നറിയോ? നായക്ക് രോമുണ്ടായിട്ട് അമ്പട്ടിന് എന്താ കാര്യം എന്ന് ചോദിച്ചിട്ടുള്ള ആളായാള്. അല്ല പിന്നെ നമുക്ക് വീട്ടിൽ പോവാം. ആ ജാതി ആൾ
എന്താ വേണ്ടിട്ടാ? ഷായനല്ലേ പോണേ? അത് ഷാഹിനെ ഒന്നല്ല, ട്യൂഷൻ കഴിഞ്ഞ് പോകുന്ന കുട്ടികളാ. അല്ലാതെ ഷായന നിന്നെയാണോ വിളിക്കുന്നേ? അതെ, വീടിനടുത്തുള്ള ഒരു വള്ളിക്കെട്ട് അമ്മാവനാ, നിന്ന ശല്യ. കണ്ട വിളി കേട്ടില്ലല്ലോ. അല്ലാതെ ഇങ്ങനെ ഷായനായിരുന്നേ. എന്റെ പങ്കേട്ട ഒരാളെ പോലെ 7 പേരുണ്ടായെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഇപ്പൊ മിനിഞ്ഞാന്ന് തന്നെ ഞാൻ ബസ് സ്റ്റാൻഡിൽ ഒരു തടിച്ച് വയറൊക്കെ വെച്ചിട്ട് ഒരു വല്ലാത്തൊരു രൂപമുള്ള ഒരാൾ കണ്ണടയൊക്കെ വെച്ച് ഞാൻ പങ്കേട്ടനാന്ന് കരുതി പോയി വിളിച്ചു. അടുത്തെത്തിയപ്പോ അല്ലേ അറിഞ്ഞത് പങ്കേട്ടനല്ല. നീ കണ്ണാടി നോക്കിയിട്ട് ചെന്നുണ്ടാവും, അതാവും. അല്ല എന്നാലും ഇങ്ങനെ കറക്റ്റ് ആയിട്ടുണ്ടാവോ മനുഷ്യന്മാര്? എന്തുവാ ഇത്? മധുരവും ഇല്ല, കടുപ്പവും ഇല്ല. ചായയാണോ അതോ മഴവെള്ളമാണോ? എന്താ അപ്പച്ചി? ഒന്നുമില്ല. ഇതെന്തോ ആയിക്കൊണ്ട വെച്ചിരിക്കുന്നത്? അപ്പച്ചില്ലേ പറഞ്ഞ കട്ടൻ ചായ വേണോന്ന്? ഇത് കട്ടൻ ചായ? അപ്പച്ചി ചുമ്മാ ഓരോന്ന് പറയല്ലേ. ഇത്രയും ധൃതിയുടെ ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കി തന്നാ അത്. അയ്യോ ഭയങ്കരമായി പോയി കേട്ടോ. ആ അപ്പച്ചിക്ക് ഇപ്പൊ ചായ വേണ്ടേ? ആ എനിക്ക് വേണ്ട. ഉറപ്പാണോ? ആ അന്ന് ഞാൻ എടുത്ത് കുടിക്കും. നീ എടുക്കുവോ? നീ ചായ ഇവിടുന്ന് എടുക്കുവോ? അപ്പൊ വേണം. നീ എടുക്കണേ ധൈര്യം ഉണ്ടെങ്കിൽ. അല്ല അപ്പച്ചിക്ക് എന്താണ്, കുറച്ച് സമയം ഒന്ന് വെറുതെ ഇരുന്ന അപ്പൊ ആരോടെങ്കിലും വഴക്കുണ്ടാകും. എടീ, ഒരാൾക്ക് ഒരു സാധനം കൊടുക്കുമ്പോ അത് വായിക്ക് രുചിയായിട്ട് കൊടുക്കണം. ആണോ? ആ ഒന്ന് ഞാൻ ഒന്ന് കുടിച്ചോട്ടെ. നീ എടുത്ത് കുടിക്കുവോ? എന്തപ്പോ വേണ്ട, ഞാൻ കുടിക്കണോ വേണ്ടയോ? അത്ര ധൈര്യമാണ് നീ എടുത്ത് കുടിക്കണേ. അപ്പൊ അപ്പച്ചിക്ക് വേണം. എന്തെന്നാ അപ്പച്ചി വെറുതെ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ വേണ്ടിട്ട്? വെറുതെ അല്ല, അമ്മ എങ്ങോടെങ്കിലും ഇറങ്ങി പോണം അപ്പച്ചി പിന്നെ കാണുമ്പോ. ഓ അവളെല്ലാം ഇറങ്ങി പോട്ടെ, എന്നാ വേണം? അതെ, ചൂടാറുന്നതിന് മുമ്പ് കുടിച്ചോ. ഊരും പോലെ ചെയ്തോളാം. അല്ലെങ്കിൽ പച്ചവെള്ളമായി എന്ന് പറയും. അത് നിനക്ക് ചൂടാക്കി തന്നാണ്. തണുത്തുപോയെങ്കിൽ ചൂടാക്കാൻ പറയും. നീ ചൂടാക്കിട്ട് ഇവിടെ വരും. ആ ഇങ്ങോട്ടാ തൊട്ടു പോരുതര ചായര്. ചൂടാക്കണ്ടേ? വേണ്ട. ഈ അപ്പച്ചി പറഞ്ഞപ്പോ നീ ചൂടാക്കിയില്ലല്ലോ. അപ്പച്ചിയുടെ ഓണത്തല്ല് തുടങ്ങിയോ? ഒരു രക്ഷയല്ലേ ഭാഗ്യമ്മ. അതെ, നല്ല വിശപ്പുണ്ട് കുട്ടി. എന്താ കഴിക്കാനുള്ളത്? ആണ്ട രാവിലത്തെ പുട്ടിരിക്കുന്നു. ആ പുട്ടും ബീഫും നല്ല കോമ്പിനേഷനാ. പുട്ടും ബീഫൊന്നുമില്ല, പുട്ടും പയറുണ്ട്. ബാ കഴിക്കാം. ആ പുട്ടും പയറെങ്കിൽ പുട്ടും പയറ്. വാ. അല്ല ഞാനൊന്ന് മേക്കഴുകിട്ട് വരാമേ, ഞാൻ പിരിവിന് പോയിട്ട് വരല്ലേ. അല്ല ഭാഗ്യമ്മ, ഈ പിരിവിന് പോയിട്ട് കഴിക്കാനൊന്നും കിട്ടിയില്ലേ? ഞാൻ പാർട്ടി പിരിവിന് പോയതാ, അല്ലാണ്ട് ഭക്ഷണം തിണ്ടി കഴിക്കാൻ പോയതല്ല. അതല്ല, പിരിവിന് നമ്മൾ ഓരോ വീട്ടിലൊക്കെ ചെല്ലുമ്പോ ചോദിക്കൂലേ അപ്പച്ചി ചായ കുടിച്ചോ, എന്തെങ്കിലും കഴിക്കാൻ വേണമെന്നൊക്കെ ചോദിക്കൂലേ? അമ്പല കമ്മിറ്റിയുടെയും പള്ളി കമ്മിറ്റിയുടെയും പിരിവിനൊന്നല്ല പോയത്, പാർട്ടി പിരിവിന്. അതന്നെ ചോദിക്കുമ്പോ തരണത് ഭാഗ്യം. ആ അപ്പൊ അത്രയ്ക്കുണ്ട് നിങ്ങളുടെ പാർട്ടിക്ക് നിങ്ങൾക്ക് ഉള്ള വില. അതുകൊണ്ടൊന്നല്ല കുട്ടിയെ, ഇത് പറഞ്ഞിട്ട് തന്നെയല്ലേ എല്ലാവരും അവിടെ കയറി ചെല്ലണം ആൾക്കാരുടെ അടുത്ത്. എന്നാ പിന്നെ നിനക്ക് വല്ല ഹോട്ടലിലും കയറി കഴിക്കാൻ പറ്റില്ല. ആ നന്നായി. പിരിവിന് പോണ ദിവസം ഒരു ചായ കൂടി പുറത്തുനിന്ന് കഴിക്കരുതെന്നാ സാറാ മേഡത്തിന്റെ ഓർഡർ. ആ സാറാ മേഡത്തിന് അറിയാൻ കഴിട്ടുമായിരുന്നു. ഓ കൈയിട്ട് വരാൻ കുറെ ഉണ്ട് താൻ. ഈ പഞ്ചായത്ത് മുഴുവൻ നടന്ന് പിരിച്ചിട്ട് ആകെ കിട്ടിയത് 250 റുപ്യ. അതിൽ നിന്ന് ചായക്കടയിലും കൂടെ കയറി കഴിഞ്ഞാ എന്തിനാ പിരിവിന് പോണേ? അല്ല അപ്പൊ എന്തിനാ ഈ വെയിലും കൊണ്ട് ഇങ്ങനെ നടക്കണ്? അല്ലാതെ എന്താ ചെയ്യ കുട്ടി, നമ്മളൊരു വർക്കല്ലേ അത്. അല്ല എവിടെ പോകാനാടി? വേറെ പോകണമില്ലല്ലോ. ഓ അത് ഹേളിച്ചു കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ. പോ. ആ ചായന. ആ കുട്ടിയെ ഇന്ന് വേറൊരു കാര്യം ഉണ്ടായി കുമാരി. അപ്പച്ചി ഭയങ്കര രസമുണ്ടായി ഇന്ന്. എന്താ? ഞാനേ നമ്മുടെ ട്യൂഷൻ സെന്ററിന്റെ അവിടെ പിരിവിന് പോവാ. ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ കുറെ കുട്ടികൾ ട്യൂഷൻ സെന്ററിൽ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. അതിന്റെ ഇടയിലുണ്ട് നമ്മുടെ ഷായനയുടെ പോലൊരു കുട്ടി. ഷായന തന്നെ. അയ്യോ അത് ഞാനല്ല. അല്ല എന്നുള്ളത് അറിയാലോ. ഞാൻ എന്നിട്ട് അപ്പൊ ആ കൂട്ടിനോട് പറഞ്ഞു. അപ്പൊ അവനും പറയണ്ടേ അതാവില്ല. അപ്പൊ ഞാൻ സംശയം തോന്നിട്ട് വിളിച്ചു, ഷായനെ ഉറക്കം വിളിച്ചു. ആ കുട്ടി തിരിഞ്ഞു നോക്കണ്ട പോയി. ആ അതാ ഞാൻ പറഞ്ഞത് ഞാനല്ല. ഭംഗിയാന്നും വിളിച്ചാ ഞാൻ നിക്കാതിരിക്കോ? അപ്പൊ നീയല്ലാന്ന് നീ തന്നെ പറയണ എന്തിനാ? അല്ല വെറുതെ ഒരു സംശയം വേണ്ടല്ലോ. അത് നന്നായി. ഞാനിപ്പോ അത്ഭുതം വിചാരിച്ചേ, ഈ കുട്ടി എങ്ങനെ ഇപ്പൊ ഇവിടെ വന്ന് എനിക്ക് സംശയം തീർന്നില്ല. അതെന്താന്നാ ഭംഗിയാമ്മ, ഒരുപോലത്തെ 7 പേരുണ്ടെന്നൊക്കെ പറയൂലേ? തന്നെയുള്ള പാപ്പക്കുട്ടനും പറഞ്ഞേ. ഇതൊക്കെ പറയല്ലാണ്ട് ആരെങ്കിലും ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ 7 ആളെ ഒരുമിച്ച്. അല്ല എന്നിട്ട് ഇത് എന്തപ്പത് ഇങ്ങനെ വരുമോ? എനിക്ക് സംശയം തീർന്നില്ല. ഞാൻ എന്നിട്ട് പിന്നെ അങ്ങനെ പോന്നു. നീ ആ വഴിക്ക് പോയൊന്ന്? അല്ല എവിടെ
ഇതെന്നാ കണ്ടേ കുട്ടി? ഇത് നമ്മുടെ ട്യൂഷൻ സെന്റർ ഇല്ലേ? ഏത് ട്യൂഷൻ സെന്റർ? ട്യൂഷൻ സെന്റർ നമ്മുടെ ആ രവി മാഷിന്റെ ട്യൂഷൻ സെന്റർ. അതെവിടെയാ? ആ വിദ്യാഭവന്റെ കുട്ടിയെ, വിദ്യാഭവന്റെ അവിടെ. വിദ്യാഭവനോ? വിദ്യാഭവൻ എവിടെ? ദീപക് മാഷില്ലേ? ദീപക് മാഷിന്റെ. നീയല്ല, ഞാൻ ചിലപ്പോ ഇങ്ങനെ വിവരിക്കാൻ നിൽക്കണേ. നല്ല കാര്യമുണ്ട്. ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ. എടാ വങ്കി, നീ കണ്ട പെൺകുട്ടി ഇട്ടിരുന്ന ഡ്രസ് ഏതായിരുന്നു? ഡ്രസ് ഒരു ചുരിദാറാണ്. അതിന്റെ കളറാ ഞാൻ ചോദിച്ചത്. ഡ്രസ്സിന്റെ കളറ് ഒരു മജന്ത, ഈ വാടാർമല്ലിപ്പൂവ് കരിഞ്ഞ കളറ്. ആ കളറുള്ള ഡ്രസ്സല്ലേ അവൾ ഇട്ടോണ്ട് പോയത്? ആണോ? കേബിളിന്റെ പിരിവിന് പോയപ്പോ ഞാൻ ഏത് ഡ്രസ്? അയ്യോ, എനിക്ക് ഓർമ്മയില്ല. അയ്യോ, എനിക്ക് ഓർമ്മയുണ്ട്. അത് തന്നെ. അല്ല, നീ ആ വഴിക്കെങ്ങാനും പോയോ? ഒന്ന് ഇല്ല പങ്കിയമ്മ, ഞാൻ പോയിട്ടില്ല. ആ സ്ഥലം എനിക്ക് അറിയില്ല. അത് മാത്രല്ല, നമുക്ക് അവിടെ കണക്ഷൻ ഇല്ല. അല്ല, അപ്പൊ പിന്നെ എനിക്ക് ഇങ്ങനെ അങ്ങോട്ട് തോന്നാനും ഈ കളർ ഇങ്ങനെ യോജിക്കാനും അതൊക്കെ എന്താ ഒരു പിടുത്തം കിട്ടല്ലോ. എന്നാ പിന്നെ പങ്കിയമ്മ കണ്ട ആ കുട്ടിയെ ഇട്ട തട്ടത്തിന്റെ കളർ ഓർമ്മയുണ്ടോ? തട്ടത്തിന്റെ കളറ് തട്ടിട്ടില്ല. ആ അതാ ഞാൻ പറയാം, ഞാനല്ല, ഞാൻ തട്ടിടാൻ നടക്കാറില്ലല്ലോ. ആ എന്താ തട്ടടാഞ്ഞെന്ന്? ഞാനല്ലാന്ന് പറഞ്ഞില്ലേ പങ്കിയമ്മ? നീയല്ലല്ലോ. എന്താ എനിക്കൊരു പിടുത്തം കിട്ടില്ല. ആ ഞാൻ കുളിച്ചിട്ട് വരട്ടെ. ഷാഹിന, സത്യം പറ, അത് നീ അല്ലായിരുന്നു? എടി നീ ഒന്ന് ഓർത്തു നോക്കി, അതുവഴി എങ്ങാനും പോയോന്ന്? എന്റെ ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പോയിട്ടില്ല. ഈ അപ്പച്ചിക്ക് ചുമ്മാ പാട്ട്. ചേച്ചി അതിന്റെ കൂടെ കൂടിക്കോ. ഞാനല്ല അത്. എടി, പങ്കി കണ്ടത് അവളെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ആ മണ്ടൻ അത് മനസ്സിലായിട്ടില്ല. അല്ല അപ്പച്ചി, അവള് പോയിട്ടില്ല എന്നല്ലേ പറയണേ? അത് അവൾ പറയുന്നതല്ലേ. എടി, എന്തോ കള്ളത്തരം ഉണ്ട് അവളില്. എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ടോ അതെനിക്ക് ഉറപ്പാ. അല്ല അപ്പച്ചി, ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുമ്പോ എന്തായിരിക്കും? ഈ വണ്ടിപ്പെണ്ണിനോട് പറഞ്ഞ് മനസ്സിലാക്കാനേ. ഞാൻ ഇപ്പൊ വരാമേ. അപ്പച്ചി പോവല്ലേ, ഇത് മുഴുവൻ പറഞ്ഞിട്ടേ പോവുള്ളൂ. Let function of x equal to 2x. Then integrated function of x dx equals x raised to 2 plus c. Function of x equal to 2x. Function of x equal to 2x. Then integrated function of x dx equals x raised to 2 plus c. For different values of c, we get different integrals. For different values of c, we get different integrals. But these integrals are very similar geometrically. Thus, y equals x raised to 2 plus c, where c is arbitrary constant, represents a family of integrals. പറയാം. അവിടെ നിന്നെ എന്താ കാര്യം? എടി, നമ്മുടെ ഷാഹിനായിക്ക് ഏതോ സായിപ്പുമായിട്ട് പ്രേമം. തോന്നിയാസം പറയരുത് കേട്ടോ. ആടെ തോന്നിവാസമാണോ? അവള് ഫോണിൽ കൂടെ സായിപ്പിനോട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതല്ലേ. അപ്പച്ചി എങ്ങനെ കേട്ട്? ഞാൻ കേട്ടതോ? ഞാനിതിനെ മുകളിലോട്ട് പോകുമായിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും അകത്ത് ഇംഗ്ലീഷ് സംസാരം. ഇവിടെ സായിപ്പും കൂടെ ഫോണിനകത്ത് കൂടെ. അവൾക്ക് ശ്രദ്ധിച്ച് പിടികിട്ടിയില്ല. ഞാൻ വാതൊക്കെ ചെന്ന് ശ്രദ്ധിക്കപ്പെടേ. ഭയങ്കര വർത്താനം. ഈ അപ്പച്ചിക്ക് നാണമില്ലേ അവളുടെ മുറിയുടെ വാതിക്ക് പോയി ഒളിഞ്ഞു നോക്കാൻ? ഒളിഞ്ഞു നോക്കാൻ കളകടച്ചിട്ടിരിക്കുകയല്ലേ. അപ്പച്ചിക്ക് അപ്പൊ തുറന്നുകൂടായിരുന്നോ? അയ്യോ, പണ്ടത്തെ സ്വഭാവമാണെങ്കിലുണ്ടല്ലോ ഒറ്റ ചാവൂട്ടി ഞാൻ തുറന്നേന്. ഇപ്പൊ മയ്യടി, നീ വന്നോ തുറന്നു നോക്കിയേ. വേണോ? വേണം. ഞാൻ നുണ പറഞ്ഞാന്നല്ലേ നീ പറഞ്ഞത്. നോക്ക്. വാ വാ. എണീക്കേ. എന്താ ചേച്ചി, നീ ഇവിടെ എന്ത് ചെയ്യാ? കണ്ടില്ല, ഞാൻ ഉറങ്ങായിരുന്നു.
അപ്പൊ നീ എന്താ ലൈറ്റ് ഓഫ് ചെയ്തേ? ലൈറ്റോ? അത് കിടന്നപ്പോഴേ ഞാൻ ഉറങ്ങിപ്പോയി. അപ്പൊ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നുപോയി. നീ ആരോടാ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് കേട്ടത്? ഇംഗ്ലീഷിലോ? ആ എന്തൊക്കെയാ ചേച്ചി അപ്പച്ചി പറയുന്നേ? നിന്നെ അമ്പിളിയേട്ടനെങ്ങനെ വിളിച്ചോ? അമ്മളിയൊക്കെ വിളിച്ചില്ലല്ലോ. അയ്യോ പിന്നെ നമ്മൾ ഇംഗ്ലീഷിലല്ലേ സംസാരിക്കുന്നത്. എന്താ ചേച്ചി? എടി ഇവിടെ മുറിയിൽ ലൈറ്റ് ഉണ്ട്, നീ ഇംഗ്ലീഷിൽ ആരാണ്ടോട് വർത്താനം പറയണ കേട്ടു എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് വന്ന അപ്പച്ചി. അത് ചിലപ്പോഴേ ഞാൻ ഉറക്കത്തിലെങ്ങാനും പറഞ്ഞായിരിക്കും എന്തെങ്കിലും. അയ്യോ ഉറക്കത്തിൽ നീ ഇംഗ്ലീഷാ സംസാരിക്കുന്നത് അല്ലേ? എന്നെ അപ്പച്ചി അവള് പറഞ്ഞില്ലേ അവള് ഉറങ്ങുമായിരുന്നു. അവൾ ഉറങ്ങട്ടെ, അപ്പച്ചി വന്നേ ബാ. നിനക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, എന്നെ കൊണ്ടേ പോകുള്ളൂ. എനിക്ക് ഇവളോട് കുറച്ച് ഇംഗ്ലീഷ് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. നീ പോ. അപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന എന്തിനാ? ആ വിളിച്ചോണ്ട് വന്നാൽ നിനക്ക് അങ്ങോട്ട് തന്നെ പോകാൻ പറ്റില്ല, ഈ പറഞ്ഞ പോലെ. നീ കിടന്നുറങ്ങിക്കോ. ആ പിന്നെ ഓ നീ സത്യം പറ, ആരോടാ നീ ഇപ്പൊ ഫോണിൽ സംസാരിച്ചേ?